ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിൻ്റെ പുതിയൊരു വീഡിയോ ഉണ്ട്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈ ആഴ്ച തിയേറ്ററിലോട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ മലയാള സിനിമകളെക്കുറിച്ചാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സ് ഉൾക്കൊള്ളി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ആഴ്ച ഏകദേശം 5ഓളം ചിത്രങ്ങളാണ് തിയേറ്ററിലോട്ട് റിലീസ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണ്, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് മലയാള സിനിമകൾ ഒന്നിച്ച് ഒരുപാട് റിലീസുകൾ നടത്താൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ചിത്രം ഏതെന്ന് നോക്കുകയാണെങ്കിൽ സണ്ണി വെയിൻ അതോടൊപ്പം തന്നെ ലുക്മാൻ അവറാൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെ ടർക്കിഷ് യുദ്ധം എന്ന് പറയുന്ന സിനിമയാണ്. നവാസ് സുലൈമാനാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ചിത്രം റിലീസ് ചെയ്യാൻ പോകുന്നത് നവംബർ മാസം 22 വെള്ളിയാഴ്ചയാണ്. എന്തൊക്കെയാണ്, മികച്ച ഒരു ട്രെയിലർ തന്നെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അനഘ നാരായണനാണ് ചിത്രത്തിൽ നായികയായിട്ട് എത്തുന്നത്. എന്തൊക്കെയാണ്, ചിത്രത്തിന് ട്രെയിലർ നൽകുന്ന പ്രതീക്ഷ സത്യമാണെങ്കിൽ ചിത്രം ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളൊന്നായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഈ ആഴ്ച തിയേറ്ററിലോട്ട് എത്താൻ പോകുന്ന രണ്ടാമത്തെ ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ഇന്ദ്രജിത്ത് സുകുമാരൻ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്ന ഞാൻ കണ്ടതാ സാറ് എന്ന് പറയുന്ന സിനിമയാണ്. ചിത്രത്തിൽ ഇന്ദ്രജിത്ത് സുകുമാരനൊപ്പം തന്നെ ബൈജു സന്തോഷ്, മറീന മിഷൽ, കുരിശിങ്കൻ, അനു മേനൻ, സുധീർ കരമന, അനൻസിയർ, സാവുമോൻ തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയിരിക്കുന്നത്. ചിത്രം ഡയറക്ട് ചെയ്തിരിക്കുന്ന വരുൺ ജി പണിക്കറാണ്. ചിത്രത്തിനെ കുറിച്ച് നോക്കേണ്ട ഒരു ട്രെയിലറൊക്കെ അത്യാവശ്യം ഭേദപ്പെട്ട ഒരു ത്രില്ലർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ചിത്രമാണ്. ഇതൊക്കെയാണ് ചിത്രം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള തിയേറ്ററുകൾ മാത്രമാണ് ലഭ്യമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വർഷത്തെ വിജയ ചിത്രങ്ങൾ ഒന്നായിട്ട് മാറുമെന്ന് അറിയാൻ വേണ്ടി ചിത്രത്തിന്റെ ഫസ്റ്റ് ഷോയ്ക്കും ഫസ്റ്റ് റിവ്യൂവിനുമായിട്ട് കാത്തിരിക്കാം. ഈ ആഴ്ച തിയേറ്ററിലോട്ട് എത്താൻ പോകുന്ന മറ്റൊരു ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ യുവതാരങ്ങൾ കേന്ദ്ര കഥാപാത്രമെത്തുന്ന പരാക്രമം എന്ന് പറയുന്ന സിനിമയാണ്. ദേവ് മോഹൻ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമെത്തുമ്പോൾ വാഴ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം സിജു സണ്ണി, ജോമോൻ ജ്യോതിർ, അമിത് മോഹൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായിരുന്നു എന്ന പ്രത്യേകം ചിത്രത്തിനുണ്ട്. ചിത്രത്തിൽ രഞ്ജി പണിക്കർ, സോന ഓരിക തുടങ്ങിയവരും മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട്. ചിത്രം ഡയറക്ട് ചെയ്തിരിക്കുന്ന അർജുൻ രമേഷാണ്. ഫാമിലി ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം എന്നാണ് ചിത്രത്തിന് ട്രെയിലർ നൽകുന്ന സൂചന. ഇതൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം. വാഴ പോലെ ചിത്രം ഒരു സർപ്രൈസ് ഹിറ്റ് ആവും എന്നറിയാൻ വേണ്ടി. ഈ ആഴ്ച തിയേറ്ററിലോട്ട് എത്താൻ പോകുന്ന ചിത്രങ്ങൾ പ്രതീക്ഷയുള്ള ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ഹലോ മമ്മി എന്ന് പറയുന്ന ഷറഫുദ്ദീൻ ഐശ്വര്യ ലക്ഷ്മി ചിത്രമാണ്. ചിത്രത്തിൻ്റെതായിട്ട് പുറത്തുവന്ന ട്രെയിലറിനെല്ലാം തന്നെ വലിയ പ്രതീക്ഷ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രമായിട്ട് ജഗദീഷ്, ജോമോൻ ജ്യോതിർ, ജോണി ആന്റണി, അജു വർഗീസ് തുടങ്ങിയവരും വരുന്നുണ്ട്. ചിത്രം ഡയറക്ട് ചെയ്തിരിക്കുന്ന വൈശാഖ് ഏലൻസ് ആണ്. ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ജോമിൻ മാത്യു, ആൽവിൻ തോമസ്, രാഹുൽ ഈസ തുടങ്ങിയവരാണ്. ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്ന സഞ്ജോ ജോസഫാണ്. ചിത്രം റിലീസ് ചെയ്യാൻ പോകുന്നത് നവംബർ മാസം 21, അതായത് വ്യാഴാഴ്ചയായ നാളെയാണ്. എന്തൊക്കെയാണ് കാത്തിരിക്കുക. മലയാളത്തിന് മികച്ച ഒരു ഫാന്റസി കോമഡി സിനിമയായിട്ട് മാറുക ഹലോ മമ്മി എന്നറിയാൻ വേണ്ടി. ഈ ആഴ്ച തിയേറ്ററിലോട്ട് എത്താൻ പോകുന്ന മറ്റൊരു പ്രതീക്ഷയുള്ള ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ നുണക്കുഴി എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ബേസിൽ ജോസഫ് നായകനായിട്ട് എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമ. വളരെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നസ്രിയ നസീം വീണ്ടും നായികയായിട്ടെത്തുന്നു എന്ന പ്രത്യേക ചിത്രത്തിലുണ്ട്. ഇരുവരെയും കൂടാതെ തന്നെ ദീപക് പ്രഭു, സിദ്ധാർത്ഥ് ഭരതൻ, അഖില ഭാർഗവൻ തുടങ്ങിയ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. ചിത്രം ഡയറക്ട് ചെയ്തിരിക്കുന്ന MC ജിതിനാണ്. ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സമീർ താഹിർ, ഷൈജു ഖാലിദ്, AB അനൂപ് തുടങ്ങിയവരാണ്. ചിത്രത്തിന് മ്യൂസിക് ഒരുക്കിയിരിക്കുന്ന ക്രിസ്റ്റോസ് സേഫിയറാണ്. എന്തൊക്കെയാണ്, മികച്ചൊരു ഫാമിലി കോമഡി ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണ് സൂക്ഷ്മദർശിനി എന്ന ചിത്രത്തിന്റെ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ട്രെയിലറിൽ നിന്ന് വ്യക്തമായിരുന്നു. എന്തൊക്കെയാണ്, സ്ഥിരം ബേസിൽ ജോസഫ് ചിത്രം പോലെ തന്നെ ഹിറ്റ് അടിക്കുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം. അപ്പോൾ ഇത്രയും ചിത്രങ്ങളാണ് ഈ ആഴ്ച തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നത്. അപ്പോൾ ഇതിലെ ചിത്രം കാണാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. കമന്റ് ബോക്സിൽ പോയി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.